നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂസ് പ്രൈം മലയാളം വളരെ വ്യക്തമായ സർവേ അഭിപ്രായങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ഈ സർവേ അഭിപ്രായങ്ങൾ കേവലം ഏതെങ്കിലും ഒരു പാർട്ടിയെ കൃത്യമായി ഒരു ഹൈപ്പ് നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെനാറിയോയെ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു കാടടച്ച് വെടിവെക്കുന്ന സംവിധാനം അതിലേക്കൊന്നുമല്ല കൊണ്ടുപോകുന്നത്. ഈ കേരളത്തിലെ 14 ജില്ലകളിൽ 140 മണ്ഡലങ്ങൾ, ഓരോ മണ്ഡലങ്ങളിലെയും സവിശേഷതയെക്കുറിച്ച് പറയുകയാണ്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും ഇടുക്കിയും കൃത്യമായി വിലയിരുത്തുകയാണ് ആദ്യഘട്ടത്തിൽ. അതിനുശേഷം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകൾ, വടക്കൻ ജില്ലകളിലേക്ക്, മലബാർ മേഖലകളിലേക്ക് ശക്തമായിട്ടുള്ള വിശദീകരണം നടത്തുന്നു. ഇതിലെടുത്ത് പറയേണ്ടത്, ആദ്യം നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂറിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം, കഴിഞ്ഞ ഏറെ കാലമായി ചർച്ച ചെയ്യുന്നൊരു കാര്യം, തലസ്ഥാനത്ത് ആര് മുൻതൂക്കം നേടും, അവർ സംസ്ഥാനം ഭരിക്കും. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതി അങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. UDF ആകെ ജയിക്കാൻ പറ്റിയത് കോവളം സീറ്റ് മാത്രമാണ്. M. വിൻസെന്റ് മാത്രമാണ് ജയിച്ചത്. ഇക്കുറി UDF കരുത്തരെ അണിനിരത്തിയിരിക്കുകയാണ്. UDF ഏറ്റവും ദുർബലമെന്ന് കരുതുന്ന നേമത്ത് ഇത്തവണ ത്രികോണ പോരാട്ടം നടക്കുകയാണ്. ഏറ്റവും വാശിയേറിയ മത്സരം പ്രവചനാതീതമായി മാറുകയാണ്. ശബരിനാഥൻ കളത്തിലിറങ്ങി പ്രചരണം കൊഴിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. V. ശിവൻകുട്ടി ഇടതുപക്ഷത്തിന് വേണ്ടിയും രാജീവ് ചന്ദ്രശേഖർ BJPക്ക് വേണ്ടിയും പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അവിടെ ത്രികോണം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. ഇവിടെ ഈ തിരുവനന്തപുരത്തെ 14 ജില്ലകളിൽ കൃത്യമായിട്ട് കോൺഗ്രസിന് UDFന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മണ്ഡലങ്ങൾ വളരെ സ്പഷ്ടമായി പറഞ്ഞാൽ 7 മണ്ഡലങ്ങളാണ്. ആ 7 മണ്ഡലങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയെടുത്ത മുൻതൂക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മണ്ഡലങ്ങളിലേക്കുള്ള സാഹചര്യങ്ങൾ, വിജയ സാഹചര്യങ്ങൾ ഉള്ളത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാറശാലയിൽ CK ഹരീന്ദ്രൻ CPIM സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ UDF സ്ഥാനാർത്ഥിയായി നെയ്യാറ്റിൻകര സനലാണ്. അരുവിക്കരയിൽ അവിടെ മത്സരിക്കുന്നത് കൃത്യമായും G. സ്റ്റീഫൻ LDFനാണെങ്കിൽ UDFന് അവിടെ ഉള്ളത് VS ശിവകുമാറാണ്. നെയ്യാറ്റിൻകരയിൽ അവിടെ K. ആൻസലൻ നിലവിലെ സിറ്റിംഗ് MLA മത്സരിക്കുമ്പോൾ അവിടെ N. ശക്തനാണ് അവിടുത്തെ UDF കാൻഡിഡേറ്റ്. ഇവിടെ BJPക്ക് ചില സീറ്റുകളിൽ അവർക്ക് വലിയ സാന്നിധ്യം അറിയിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ. ഇതിൽ 4 മേഖലയിൽ മാത്രമാണ് BJP തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്ന രീതിയുള്ളത്. പക്ഷേ അവിടെ പോലും തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ, CMP നേതാവായിട്ടുള്ള CP ജോൺ UDF കാൻഡിഡേറ്റ് ആകുന്നൂടെ ചിത്രം മാറി മറിയുകയാണ്. അവിടെ മത്സരം BJPയും UDFും തമ്മിൽ ആകുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു പരിഗണന പോലുമില്ല. കാരണം ആന്റണി രാജുവിൻ്റെ സാഹചര്യം നമുക്കറിയാം. കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചതിന് ശേഷം അവിടെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതയെ പോലും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ കൃത്യമായി പറഞ്ഞാൽ 7 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ കോവളത്തും അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലും വിജയം ഉറപ്പിക്കുന്ന സാഹചര്യം. പിന്നീട് ഫൈറ്റ് നടക്കുന്നത്, വളരെ വ്യക്തമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത് വാമനപുരത്ത്, വർക്കലയിൽ, നെടുമങ്ങാട്. ഈ 3 ഫൈറ്റ് നടക്കുകയാണ്. വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. എന്തിനധികം പറയുന്നു, രമ്യ ഹരിദാസിൻ്റെ വരവോടുകൂടി ചിറയൻകീഴ് അത് UDFിലേക്ക് ചായുമോ എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 3 തവണയായി V. ശശി വിജയിച്ച, CPI ടിക്കറ്റിൽ വിജയിച്ച മണ്ഡലത്തിൽ
ഇക്കുറി സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. കഴിഞ്ഞ തവണ UDF വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി ഇത്തവണ BJP എത്തുന്നു. BJP സ്ഥാനാർത്ഥി അനൂപാണ് കഴിഞ്ഞ തവണ UDF വേണ്ടി മത്സരിച്ചത്. ഇങ്ങനെ കാര്യങ്ങൾ, ചിത്രങ്ങൾ മാറി മറിയുകയാണ്, അനുദിനം മാറി മറിയുകയാണ്. ഇതിനകത്ത് 5 മണ്ഡലങ്ങളിൽ UDF വിജയം സുനിശ്ചിതമാകുന്ന സാഹചര്യവും 2 മണ്ഡലങ്ങളിൽ ഏറെക്കുറെ സാഹചര്യങ്ങൾ അനുകൂലമാവുകയും മറ്റുള്ള 7 മണ്ഡലങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അതിൽ 3 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. കഴക്കൂട്ടമായിരുന്നാലും അതുപോലെ തന്നെ നിലവിൽ ആറ്റിങ്ങിലും അതുപോലെ തന്നെ പാറശാലയും ഇടതുപക്ഷത്തിന് മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. പക്ഷെ മറ്റ് മണ്ഡലങ്ങൾ അവിടെ ടഫ് ഫൈറ്റ് നടക്കുകയാണ്. കാട്ടാക്കടയിൽ ഇക്കുറി ശക്തമായി തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ UDF അനുകൂലമായി വരും. 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ള. അതിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്താണ് 14 നിയോജക മണ്ഡലങ്ങളുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വിജയിച്ചിരുന്നു. രണ്ടുപേരുടെ ഭൂരിപക്ഷം സാമാന്യം കുറവാണെങ്കിൽ പോലും ഇവിടുത്തെ എഡ്ജ് വൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF നടത്തിയ ഒരു തിരിച്ചുവരവുണ്ട്. BJPക്ക് അധികാരം കിട്ടുന്നു, വർഷങ്ങളായി ഇടതുപക്ഷം ഭരിച്ച കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നു. ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാനത്ത് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ക്ഷീണം സംഭവിക്കും. കാരണം വലിയ ക്ഷീണമാണ് ഉണ്ടാകാൻ പോകുന്നത്. മധ്യ തിരുവിതാംകൂർ UDF അനുകൂലമായതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടനം ദയനീയമായാൽ UDF ഒരു കൃത്യമായ എഡ്ജായിരിക്കും ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് 7ഉം കൊല്ലത്ത് 8ഉം സീറ്റുകൾ UDF അനുകൂലം എന്ന കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്.